സുപ്രഭാതം, സിറാജ് തുടങ്ങിയ ദിനപത്രങ്ങളിൽ LDF ഒരു പരസ്യം വന്നല്ലോ. അതിനകത്ത് ഈ സന്ദീപ് വാര്യരുടെ പഴയകാല പ്രസ്താവനകൾ അദ്ദേഹം ഈ RSSലെ വേഷം ധരിച്ച് നിൽക്കുന്നതൊക്കെയാണ്. അപ്പൊ ഇത് മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കാനും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചർച്ചയാക്കാനുള്ള ആക്ഷേപമാണ്. ഇത് കാഫർ സ്പിരിച്വലിന്റെ ഗ്ലോറിഫൈഡ് വേർഷൻ ആണെന്നൊക്കെ ഷാഫി പറമ്പിൽ ആരോപിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിന് നിലതെറ്റിയിരിക്കുകയാണ്. കാരണം ഇന്നലത്തെ LDFന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞതോടുകൂടി UDF ക്യാമ്പിലും BJP ക്യാമ്പിലും വല്ലാത്ത ഒരു വിരല് പിടിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പരസ്യം കൊടുത്തതിനെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു നീച ശ്രമം ഉണ്ടല്ലോ, ഒരു കുബുദ്ധി. അത് കോൺഗ്രസിന്റെ ഷാഫിക്കല്ലാതെ മറ്റാർക്കുണ്ടാകാൻ സാധ്യതയില്ല. ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പത്രങ്ങളിലെല്ലാം പരസ്യം കൊടുത്തവരാണല്ലോ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും മാതൃഭൂമിക്ക് പരസ്യം കൊടുത്തിട്ടുണ്ട്, ഹിന്ദുവിന് പരസ്യം കൊടുത്തിട്ടുണ്ട്, സിറാജിന് പരസ്യം കൊടുത്തിട്ടുണ്ട്, സുപ്രഭാതത്തിന് പരസ്യം കൊടുത്തിട്ടുണ്ട്. എന്താ അതിൽ തെറ്റ്? ഈ നാട്ടിൽ ദൈനംദിന വാർത്തകൾ എത്തിക്കുന്ന പത്രങ്ങളല്ലേ ഇതെല്ലാം. അതിൽ പരസ്യം കൊടുത്താൽ എങ്ങനെയാ വർഗീയതയാവുന്നത്, അല്ലെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമായിട്ട് മാറുന്നത്? മാത്രമല്ല, സന്ദീപ് വാര്യറിന്റെ പ്രത്യേകം കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചു എന്നാണ് പറയുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളല്ലേ നിഷേധിക്കാൻ പറ്റുമോ? കോൺഗ്രസിലേക്ക് വരുമ്പോൾ മിനിമം അതിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിയെങ്കിലും ഈ RSSകാരൻ ഉണ്ടാവണ്ടേ? അപ്പൊ അതില്ലാത്തത് ബുദ്ധികേടല്ല, RSSൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കും. മൊത്തത്തിൽ പിന്നീട് കോൺഗ്രസിന്റെ പ്രധാനികളെ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന ആളെയും ഗോൾവാൾക്കറിന്റെ സ്മരണീയ ദിനത്തിന് വിളക്ക് കൊളുത്ത ആളെയും മൊത്തമായി അങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് പോകാം എന്നതാണ്. അദ്ദേഹം ഇതേവരെ RSSനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ട്, ഒരു കാലത്തും RSS വിട്ടുപോവില്ല എന്നത്. അപ്പോൾ സ്വാഭാവികമായും RSSകാരനായ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാം വർഗീയ വിഷമാണ് ഈ സമൂഹത്തിൽ ചീറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിൽ, വീഡിയോകളിൽ എല്ലാം ഈ നാട് ശ്രദ്ധിച്ചതാണ്. ആ കാര്യം മാത്രമാണ് ഞങ്ങളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകമായി ഏതെങ്കിലും ഒരു ആരോപണം കൊണ്ടുവരികയോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ പറയാത്ത കാര്യങ്ങളെ പൊതുസമൂഹത്തിൽ അയാൾ പറഞ്ഞു എന്ന് തെറ്റായി അവതരിപ്പിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ വസ്തുത. അതിന് ഷാഫിക്ക് ഇത്ര വിരൽ പിടിക്കേണ്ട ഒരു കാരണം തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഏതോ ഒരു പ്രദേശത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് പിൻഗാമിയായി ഇങ്ങോട്ട് വന്നാൽ തോറ്റുപോകുമെന്നുള്ള ഒരു വേവലാതിയിലാണ് ഈ പിച്ചും പേയെല്ലാം പറയുന്നത് ഷാഫി. അതിനെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്.